എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് റോണ്ട ബയറിൻ്റെ വാക്കുകളാണ്. രഹസ്യത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എന്നതിനെക്കുറിച്ച് റോണ്ടയ്ക്ക് കൃത്യമായ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ആദ്യം അവർ ചെയ്തത് ഇത്രമാത്രമാണ്. അവർക്കുണ്ടായ ദർശനത്തെ അവർ മുറുകെ പിടിച്ചു. അതിൻ്റെ പരിണതഫലം അവർ മനസ്സിൽ വ്യക്തമായി കണ്ടു. അവരുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് അതിനെ അവരുടെ വികാരമായി അനുഭവിച്ചു. അപ്പോൾ രഹസ്യം നിർമ്മിക്കുവാൻ ആവശ്യമായതെല്ലാം അവരിലേക്ക് വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. ഞാൻ തുടർന്ന് വായിക്കാം. വിശ്വാസത്തോടെ ആദ്യത്തെ പടിയിൽ കാൽ വയ്ക്കുക. കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല. ആദ്യത്തെ പടി ചവിട്ടിക്കയറിയാൽ മതി. ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിൻ്റെ വാക്കുകളാണ് ഇത്. ഇവിടെ ഒരു സബ് ടൈറ്റിൽ ഉണ്ട്: രഹസ്യവും നിങ്ങളുടെ ശരീരവും. ശരീരഭാരം കൂടുതലാണ്, കുറേ ഭാരം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സൃഷ്ടിപ്രക്രിയ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അറിയേണ്ട കാര്യം, നിങ്ങൾ ഭാരം കുറയ്ക്കുക എന്നതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് ആകർഷിക്കപ്പെടും. അതിനാൽ ഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്നതിനെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. ഭാരം കുറയ്ക്കുക എന്നതിൽ തന്നെ കേന്ദ്രീകരിച്ചാൽ ഭാരം കുറയ്ക്കേണ്ടതാണ് എന്ന അവസ്ഥയെ തുടർച്ചയായി നിങ്ങൾ ആകർഷിക്കും. രണ്ടാമത്തെ കാര്യം, ഭാരക്കൂടുതൽ എന്ന അവസ്ഥ ഉണ്ടായത് തന്നെ നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചതുകൊണ്ടാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഒരാൾക്ക് ഭാരക്കൂടുതൽ ഉണ്ടെങ്കിൽ അതുണ്ടായത് അറിഞ്ഞോ അറിയാതെയോ അയാൾക്കുണ്ടായ തടിച്ച ചിന്തകൾ കാരണമാണ്. മെലിഞ്ഞ ചിന്തകൾ മനസ്സിലുള്ള ആൾക്ക് തടി കൂടുതലാകുക സാധ്യമല്ല. ആകർഷണ തത്വത്തിൻ്റെ എതിരാണത്. നിങ്ങളുടെ തൈറോയിഡ് പ്രവർത്തനം അല്പം കുറവാണ്, മെറ്റബോളിസം ശരിക്ക് പ്രവർത്തിക്കുന്നില്ല, തടി കൂടുതലായത് പാരമ്പര്യം കാരണമാണ് എന്നൊക്കെ ഒരാളോട് പറഞ്ഞാൽ അതെല്ലാം തടിച്ച ചിന്തകൾ ചിന്തിക്കാനുള്ള ഒഴിവു കഴിവുകൾ ആകും. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ നിങ്ങൾക്ക് ബാധകമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ, അത് വിശ്വസിച്ചാൽ, അത് നിങ്ങളുടെ വൈകാരിക അനുഭവമാകും. നിങ്ങൾ കൂടുതൽ ശരീരഭാരത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അടുത്തത് റോണ്ടയുടെ വാക്കുകളാണ്. എൻ്റെ 2 പെൺമക്കളെ പ്രസവിച്ച ശേഷം എനിക്ക് തടിയും ഭാരവും കൂടുതലായി. അങ്ങനെ സംഭവിച്ചത് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ പ്രയാസമാണ്, 2 പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഏറെ പ്രയാസമാണ് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നാളെ തുടർന്ന് വായിക്കുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്